നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിഗ്രി പ്രിലിംസ് 2026 വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്സാണ്. കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2021 തൊട്ട് 2025 വരെ ചോദിച്ച എല്ലാ പരീക്ഷകളിലെയും കലാ, കായികം, സാഹിത്യം, സംസ്കാരം ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള 10ൽ 10 മാർക്കും കിട്ടാനായിട്ട് സഹായിക്കും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ഈ ഭാഗത്ത് നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. അപ്പോൾ അവസാന ദിവസങ്ങളിൽ നിങ്ങൾ ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഉറപ്പായിട്ടും കൂടുന്നതിന് സഹായിക്കും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകളാണ് മുടിയേറ്റും കൂടിയാട്ടവും. അപ്പോൾ ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾ ഹോട്ട് ടോപ്പിക്കുകളും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഭാഗത്തു നിന്ന് എപ്പോഴും ചോദിക്കുന്ന കലാരൂപങ്ങളാണ് മുടിയേറ്റ്, കൂടിയാട്ടം, പടയണി ഇതൊക്കെ. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള 2 കലാരൂപങ്ങളെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മുടിയേറ്റും കൂടിയാട്ടം എന്ന് പറയുന്നത്. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യം കൂടിയാണ്. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ആദ്യം മാർച്ച് ചെയ്യുന്നത് ഏത് രാജ്യമാണ്? ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ആദ്യം മാർച്ച് ചെയ്യുന്നത് ഗ്രീസാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഡേവിസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ കായിക ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങൾ, അതുപോലെ ട്രോഫികൾ, ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഏരിയ, കായികം എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് നിങ്ങൾ ആ ഒരു ഏരിയ പഠിക്കണം. അതുപോലെ ഓരോ കളിയിലെയും കളിക്കാരുടെ എണ്ണം, ഈ ഒരു ഭാഗമൊക്കെ നോക്കി വെച്ചിട്ട് പോകുക. ഒളിമ്പിക്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പോൾ ഡേവിസ് കപ്പ് ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ നിന്ന് തന്നെ പഠിച്ചിരിക്കുക. അടുത്ത പരീക്ഷയിലും ചോദിക്കാം. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ ചോദ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ വൈസ് ചാൻസലർ. അപ്പോൾ കേരള കലാമണ്ഡലം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണനാണ്. അപ്പോൾ ഇതുപോലെ സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ഇതിൻ്റെയൊക്കെ നിലവിലെ വൈസ് ചാൻസലർ ആരാണെന്നും കൂടി പഠിച്ചിരിക്കണം. അപ്പോൾ ആ ചോദ്യങ്ങൾ ഇനി വരുന്ന പരീക്ഷയിൽ കറണ്ട് അഫേഴ്സ് ആയിട്ടും കൂടെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിച്ചത് ഏത് വർഷമാണ്? ജ്ഞാനപീഠ അവാർഡ് അത് നേടിയ മലയാളികൾ ചോദ്യം ഉണ്ടാകും. MTക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് 1995 ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് കിട്ടുന്നത് G ശങ്കരക്കുറുപ്പിനാണ്. പിന്നീട് കിട്ടിയ ഓരോ മലയാളികളും അവർക്ക് ഏത് ഇയറിലാണ് ജ്ഞാനപീഠം കിട്ടിയതെന്നും കൂടി അറിഞ്ഞിരിക്കണം. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്ന്? 1955 മെയ് 11 ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. 1955 മെയ് 11. കുമാരനാശാൻ അന്തരിച്ച വർഷം? 1924. കുമാരനാശാനൊക്കെ പ്രധാനപ്പെട്ട കവികൾ പഠിക്കുമ്പോഴത്തേനും നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? കുമാരനാശാൻ, അതുപോലെ തന്നെ വള്ളത്തോൾ, എഴുത്തച്ഛൻ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. കുമാരനാശാൻ അന്തരിച്ച വർഷം 1924. കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ G അരവിന്ദനാണ് കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ. അമേരിക്കൻ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നേരത്തെ കണ്ടല്ലോ, നമ്മൾ ഡേവിസ് കപ്പ് കണ്ടത് ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ അമേരിക്കൻ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യാച്ച് റേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ കപ്പ് എന്ന് പറയുന്നത്. ചെട്ടികുളങ്ങര ഭരണി ഏത് ജില്ലയിലെ പ്രധാന ആഘോഷമാണ്? ആലപ്പുഴ ജില്ലയിലെ പ്രധാന ആഘോഷമാണ് ചെട്ടികുളങ്ങര ഭരണി. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ഭാർഗവൻ പിള്ളയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യ ചെയർമാനും പഠിക്കണം, ഇതിൻ്റെ എല്ലാം നിലവിലെ ചെയർമാനും. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പരീക്ഷയിൽ ആ ഭാഗങ്ങൾ നിങ്ങൾ ഈ ഒരു കലാ, കായികം, സാഹിത്യം, സംസ്കാരം പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഒത്തിരി വാരി വലിച്ച് പഠിക്കാതെ ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കും കിട്ടും, ടൈമും വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ഭാർഗവൻ പിള്ളയാണ്. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ തപ്പും ചെണ്ടയും. അപ്പോൾ പടയണി, മുടിയേറ്റ്, കൂടിയാട്ടം, ഈ 3 കലാരൂപങ്ങൾ പഠിക്കണം. തപ്പും ചെണ്ടയും പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ്. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മാസികയാണ് ജ്ഞാനനിക്ഷേപം. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മാസിക ജ്ഞാനനിക്ഷേപമാണ്.
ക്യൂ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നമ്മൾ കുറേ കായിക ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ബില്യാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ മർച്ചൻ്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ രാധിക മേനോനാണ് ഇന്ത്യൻ മർച്ചൻ്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേരാണ് കൂടിയാട്ടം. കൂടിയാട്ടം എന്ന് പറയുന്നത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയാണ്. രാമകഥപ്പാട്ടിൻ്റെ രചയിതാവ് അയ്യപ്പിള്ള ആശാനാണ് രാമകഥപ്പാട്ടിൻ്റെ രചയിതാവ്. ഇതെല്ലാം തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളിൽ ചോദിച്ച ഈ ഭാഗത്തു നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഏത് ചിത്രത്തിലെ കഥാപാത്രമാണ് അജയൻ? അപ്പോൾ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് നിന്ന് ജി അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ, ഭരത് ഗോപി, ആ ഭാഗങ്ങളൊക്കെ മലയാള സിനിമ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ സിലബസിനകത്തുള്ളതാണ്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഏത് ചിത്രത്തിലെ കഥാപാത്രമാണ് അജയൻ? അനന്തരം എന്ന ചിത്രത്തിലെ കഥാപാത്രമാണ് അജയൻ. ജി അരവിന്ദൻ്റെ ഏത് ചിത്രത്തിനാണ് 1985 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്? ചിദംബരം. ജി അരവിന്ദൻ്റെ ചിദംബരം എന്ന ചിത്രത്തിനാണ് 1985 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. അസമിലെ പരമ്പരാഗത നൃത്ത നാടകത്തിൻ്റെ പേര്? സത്രിയ. അപ്പോൾ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലുള്ള നൃത്ത രൂപങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിലേതാണ്? ആന്ധ്രാപ്രദേശിലേതാണ്. അപ്പോൾ അസമുമായിട്ട് ബന്ധപ്പെട്ടതാണ് സത്രിയ. ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അസമിലെ പരമ്പരാഗത നൃത്ത നാടകവേദിയുടെ പേര് സത്രിയ എന്നാണ്. കേരള മൗപ്പസൻറ്റ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. കേരള മൗപ്പസൻറ്റ് എന്നറിയപ്പെടുന്നത് കവികളുടെ വിശേഷണം പഠിച്ചിരിക്കണം. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിലെ നൃത്തരൂപമാണ്? ആന്ധ്രാപ്രദേശ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെ നൃത്തരൂപമാണ്. അസമിലെ നൃത്തരൂപം ഏതാണ്? സത്രിയയാണ്. ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള പുരസ്കാരം ലഭിച്ച സിനിമ കൊടിയേറ്റം. ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള പുരസ്കാരം ലഭിച്ചത് കൊടിയേറ്റം എന്ന സിനിമയിലെ അഭിനയത്തിനാണ്. 2007 ജ്ഞാനപീഠ അവാർഡ് നേടിയത് ആരാണ്? ONV കുറുപ്പിനാണ് 2007 ജ്ഞാനപീഠം കിട്ടിയത്. നമ്മൾ നേരത്തെ ഒരെണ്ണം പഠിച്ചു. 1995 ആർക്ക് ലഭിച്ചത്? MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. നീലക്കുയിൽ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയത് ആരാണ്? ഉറൂബാണ് നീലക്കുയിൽ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയത്. അക്കിത എന്ന ആചാരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അക്കിത എന്ന ആചാരം ഇതൊക്കെ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളായതുകൊണ്ടാണ് കുറച്ചും കൂടെ ടഫായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കുക. ഈ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സും അതുപോലെ നമ്മൾ ഇതിന് മുന്നേ ഒരു ക്ലാസ്സും കൂടെ എടുത്തിരുന്നു. കലാ, കായിക, സാഹിത്യ, സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതിൻ്റെ PDF ഒക്കെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതും കൂടെ കയറി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് ഫുൾ മാർക്ക് കിട്ടും. അക്കിത എന്ന ആചാരം കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ മലയാളം ചെറുകഥ വാസനാവികൃതി പ്രസിദ്ധീകരിച്ചത് ഏതു മാസികയിലാണ്? അപ്പോൾ ഇതിൽ നിന്ന് 2 ചോദ്യങ്ങൾ കിട്ടി. ആദ്യത്തെ മലയാളം ചെറുകഥ വാസനാവികൃതിയാണ്. അത് പ്രസിദ്ധീകരിച്ചത് ഏതു മാസികയിലാണ്? വിദ്യാവിനോദിനി എന്ന മാസികയിലാണ്. കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയതാര്? ഗുരു ഗോപിനാഥാണ് കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയത്. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? കഥകളി. കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് വെട്ടത്ത് സമ്പ്രദായം എന്ന കലാരൂപം. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ് കേരളത്തിൻ്റെ തനത് നൃത്തരൂപം. അപ്പോൾ വെട്ടത്ത് സമ്പ്രദായം കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ തനത് നൃത്തരൂപം മോഹിനിയാട്ടമാണ്. അത് കഥകളിയാണ് എന്ന് ഒരു കൺഫ്യൂഷൻ ഒന്നും വരരുത്. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം മോഹിനിയാട്ടമാണ്. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ്. ഇതിന് മുന്നേ നമ്മൾ ഒരെണ്ണം പഠിച്ചത് എന്താണ്? ചെട്ടികുളങ്ങര ഭരണി ഏതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ യക്ഷഗാനം എന്ന് കേൾക്കുമ്പോൾ കാസർഗോഡ് ജില്ലയാണ് അറിയേണ്ടത്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? KM പണിക്കരാണ് സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ്. കേരള കലാമണ്ഡലം സ്ഥാപിതമായത് 1930. നിലവിലെ വൈസ് ചാൻസലർ ഓൾറെഡി പഠിച്ചല്ലോ. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം 1930. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേരാണ് തളിര്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് തളിരെന്നാണ്.
2 ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത പി.വി. സിന്ധുവാണ് 2 ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളിയാണ് ഒ.എം. നമ്പ്യാർ. ആദ്യമായിട്ട് ദ്രോണാചാര്യ പുരസ്കാരം ലഭിക്കുന്നത് ഒ.എം. നമ്പ്യാർക്കാണ്. മികച്ച പരിശീലകന് നൽകുന്ന അവാർഡാണ് ഈ ഒരു ദ്രോണാചാര്യ പുരസ്കാരം എന്ന് പറയുന്നത്. അംഗവൈകല്യമുള്ള കായിക താരങ്ങൾക്ക് വേണ്ടി 4 വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന ഒളിമ്പിക്സാണ് പാരാലിമ്പിക്സ്. പാരാലിമ്പിക്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അംഗവൈകല്യമുള്ള കായിക താരങ്ങൾക്ക് വേണ്ടിയിട്ട് 4 വർഷത്തിലൊരിക്കലാണ് പാരാലിമ്പിക്സ് നടത്തുന്നത്. തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവിയാണ് എഴുത്തച്ഛൻ. തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഏത് മലയാള കവിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള നോവലാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് രാമചന്ദ്ര ഗുഹയാണ്. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് രാമചന്ദ്ര ഗുഹ. കേരള ചോസർ ആരാണ്? ചീരാമ കവിയാണ് കേരള ചോസർ എന്നറിയപ്പെടുന്നത്. ചീരാമ കവി. കേരള വ്യാസൻ ആരായിരുന്നു? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള ചോസർ ചീരാമ കവി. കേരള മൗപ്പസൻ്റ് തകഴി ശിവശങ്കരപിള്ള. ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ ഈ 3 വിശേഷണങ്ങളും പഠിച്ചിട്ട് പോവുക. മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? മായൻ എന്ന് പറയുന്നത് ഉമ്മാച്ചു. അപ്പോൾ കഥാപാത്രങ്ങൾ, കൃതികൾ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉമ്മാച്ചു. എം മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കേശവൻ്റെ വിലാപങ്ങൾ. എം മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? കേശവൻ്റെ വിലാപങ്ങൾ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കലാ, കായികം, സാഹിത്യം, സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് പകുതിയോളം മാർക്ക് കിട്ടും. ഒരു ക്ലാസ്സും കൂടെ നിങ്ങൾ കാണണം. നമ്മുടെ ചാനലിൽ നേരത്തെ എടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തു നിന്നുള്ളൊരു ക്ലാസ്സും കൂടെ ഉണ്ട്. അപ്പോൾ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതും കൂടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഏത് ടോപ്പിക്കാണ് ഈ ഒരു അവസാന നിമിഷത്തെ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നമുക്ക് അടുത്ത റിവിഷൻ ക്ലാസ്സുമായിട്ട് കാണാം. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യുക. താങ്ക്